ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഫോൺ നമ്പറിൽ ഈ പറയുന്ന ഒരു അക്കം വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അപ്പം ചിലരൊക്കെ വിചാരിക്കും ഈ ഫോൺ നമ്പറിൽ ഏതക്കമാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജനിച്ച ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആ കണക്കനുസരിച്ച് നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഞാൻ പറയുന്ന ഒരു സ്ഥാനത്ത് 10 അക്കത്തിൽ ഒരു സ്ഥാനത്ത് ഞാൻ പറയുന്ന രീതിയിലുള്ള അക്കങ്ങൾ വന്നാൽ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും നിങ്ങളിലേക്ക് ആകർഷിച്ച് വന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പറിൽ അത് ചെയ്തതാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ പുറകോട്ട് പോയി നോക്കിയാൽ അറിയാം, 300 വ്യൂസൊക്കെ ഉള്ളൂ ഓരോ വീഡിയോയ്ക്കും. അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്നും എനിക്ക് ഇതുപോലെ കഴിവുകളുണ്ടായിരുന്നു. ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, വീഡിയോ കണ്ടവർക്കറിയാം. പക്ഷേ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഭാഗ്യം എന്നൊരു ഘടകമുണ്ട്. ഞാൻ എൻ്റെ ഫോൺ നമ്പറിൽ ചില മാറ്റങ്ങൾ വരുത്തി, എൻ്റെ ജനിച്ച തീയതി അനുസരിച്ച്. ഇന്ന് നിങ്ങൾ നോക്കുക, 4 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ സാമാന്യം ഒരുപാട് വലിയ വ്യൂസ് ഇല്ലെങ്കിലും സാമാന്യം കുഴപ്പമില്ലാതെ വ്യൂസും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പറിൽ ഞാൻ ആ മാറ്റം വരുത്തിയ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയ ആളാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അല്ല, ചുമ്മാ അവിടെ എവിടെയും കാണുന്ന പൊട്ടത്തരങ്ങളൊന്നും ഞാൻ പറയാറില്ല. കൃത്യമായ നല്ല കാര്യങ്ങളും ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങളും ആണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഈ ജനനത്തീയതി അനുസരിച്ച് ഈ ഒരക്കമാണ് ഞാൻ പറയുന്ന സ്ഥാനത്തുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് സമ്പത്തും സമൃദ്ധിയും നിങ്ങൾ ആകർഷിക്കും. നിങ്ങളുടെ ജീവിതം മാറും, സംശയം വേണ്ട. ഇന്നോ നാളെയോ മാറുമെന്നല്ല, ക്രമേണ മാറും. പിന്നെ ഫോൺ നമ്പർ ഈ അക്കം വന്നുകൊണ്ട് മാത്രം ജീവിതം മാറണമെന്നില്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ കർമ്മം, തൊഴിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. നല്ലതായിട്ട് പ്രയത്നിക്കുകയും കൂടെ വേണം കേട്ടോ. അതുകൂടെ ഓർത്തുകൊള്ളുക. അപ്പോഴേ ഞാൻ ആ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് പറഞ്ഞു തരാൻ കാര്യം, എനിക്ക് വാട്സാപ്പിൽ ഒരുപാട് പേരിപ്പം മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, സാറേ എൻ്റെ ഞാനൊരു പുതിയ ഫോൺ നമ്പർ എടുക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ ഒരു ജനനത്തീയതിക്ക് പറ്റിയ ഒരു നമ്പറിൻ്റെ ഒരു രഹസ്യം എന്തെങ്കിലും പറഞ്ഞു തരാമോ? ഞാൻ കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും കാണാൻ പറ്റിയെന്ന് പറഞ്ഞില്ല. ഇന്ന് ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തു. ഇന്നിവിടെ ഒരാൾ വന്നിട്ട് ഇതുപോലെ തന്നെ, സാറേ ഒരു ഫോൺ നമ്പർ എടുക്കാൻ പോവാം. ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പറഞ്ഞു തന്നേക്കാം. അപ്പോൾ എല്ലാവർക്കും അങ്ങ് പ്രയോജനമായിക്കോളും. ഒരു വലിയ കാര്യമല്ലേ. കാരണം ഇന്നലെ രാത്രി എനിക്ക് ഒരു മെസ്സേജ് വന്നു. അതായത് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത ഒരു കുട്ടിക്ക് ഒരു വലിയ അംഗീകാരം കിട്ടി. ഞാൻ ഗണപതിക്ക് പറഞ്ഞ കാര്യം ചെയ്തു, വലിയ സന്തോഷം. അത് കഴിഞ്ഞ് മലബാറിൽ നിന്ന് ഒരാൾ മെസ്സേജ് ചെയ്തു, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു, മക്കളൊക്കെ ഇംഗ്ലണ്ടിലുമൊക്കെയാണ്, എല്ലാം നല്ല രീതിയിൽ രക്ഷപ്പെട്ടു, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് മെസ്സേജ് ചെയ്തത്. ഞാൻ അതുകൂടെ പറഞ്ഞു കൊടുത്തു. പിന്നെ കുറേ മെസ്സേജുകൾ, ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്ത് പല മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായ ഒരുപാട് മെസ്സേജുകൾ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ ഇത്രയും വായലച്ച് ഇത്രയും ആത്മാർത്ഥതയോട് കൂടി പറയുന്നതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ. ഞാൻ വെറുതെ അല്ല വായലക്കുന്നത്, ഞാൻ വെറുതെ അല്ല ഇത്രയും ഈ വിശദമായിട്ട് പറയുന്നത്, ഞാൻ വെറുതെ അല്ല, അതിന് പ്രയോജനം കിട്ടുന്നുണ്ട് ആളുകൾക്ക്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഇന്ന് പറയാനിരുന്ന ഒരു ശിവരഹസ്യം പറയാനിരുന്നു. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു 2 അക്ഷരമുള്ള ഒരു ശിവമന്ത്രമുണ്ട്, ഇതുവരെ പറയാത്തതാണ്. അതിൻ്റെ ഒരു രഹസ്യമാണ് പറയാൻ ഇന്നിരുന്നത്. അത് നാളത്തെ വീഡിയോയിൽ പറയാം. പക്ഷെ നിങ്ങളത് മിസ് ചെയ്യരുത് കേട്ടോ, അത് പിന്നീട് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ സംഖ്യാരഹസ്യം പറഞ്ഞുതരാം. അപ്പം എല്ലാവർക്കും വിശദമായിട്ട് ഇത് കേട്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്, ഏതൊരു സാധാരണക്കാരൻ മനസ്സിലാകുന്ന രീതിയിലാണ് സംഖ്യാരഹസ്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും അത് കേട്ടോ. നിസ്സാരം നിങ്ങൾ വിചാരിക്കും ഒരു ഫോൺ നമ്പർ അല്ലേ എന്ന്. നിങ്ങളൊരു ചേഞ്ച് വരുത്തി നോക്കുക, അപ്പോൾ അറിയാം ജീവിതം മാറുമില്ലെന്ന്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു തന്നെ. അതൊക്കെ കണക്കുകൾ കള്ളത്തരം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പുറകോട്ട് പോയി നോക്കുക. എൻ്റെ വീഡിയോസ് എന്നൊക്കെ ഞാൻ 100-300 വ്യൂസൊക്കെ ഉള്ളായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ഫോൺ നമ്പർ മാറിയത്. അപ്പം ഞാൻ തന്നെ ഇന്ന അക്കം വരണമെന്ന് പറഞ്ഞ് അങ്ങനെ മാറിയതാണ്. പക്ഷെ അതെനിക്ക് ഫലമുണ്ടായി. അത് ഞാൻ എൻ്റെ അനുഭവം കൃത്യമായി അത് നിങ്ങൾക്ക് മാറ്റം വരുത്തും. അങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റം വരുത്തത്തുള്ളൂ. അല്ല ചുമ്മാ അവിടെ ഇവിടെയും കാണുന്ന മണ്ടത്തരങ്ങളൊന്നും കേട്ടാൽ ഒരു മാറ്റം വരത്തില്ല. ഇത് അനുഭവമാണ്. ഞാൻ പറഞ്ഞ എത്രയോ ജീവിതങ്ങൾ മാറിയിരിക്കുന്നു. പിന്നെ നമ്മൾക്ക് വിശ്വാസം വേണം, നമ്മളെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. നമ്മുടെ കഴിവുകൾ, നമ്മുടെ കർമ്മം, തൊഴിൽ നമ്മൾ കൂടുതൽ ആത്മാർത്ഥതയോടെ ചെയ്ത് പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം. അപ്പോഴാണ് ഫലം പൂർണ്ണമായിട്ട് വരുന്നത്.
ഇപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നുവെച്ചാൽ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നത് രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു ദിവസം 2 ദിവസം ചെയ്തുകൊണ്ടെന്ന് ഒരു ഫലം വരാൻ പോകുന്നില്ല. സാധിക്കുന്ന പോലെ നിങ്ങൾ ആവർത്തിക്കാമെങ്കിൽ നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്നേ പറയത്തുള്ളൂ. കാരണം ഒരു ദിവസം അമ്പലത്തിൽ പോകേണ്ടത് മാറാൻ പോകുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട പ്രാർത്ഥനകളും അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം. ഞാൻ പറയും, നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലാതെ ഞാൻ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ആളല്ല. അത് എനിക്ക് നിശ്ചിതമായ ഒരു ഫീസ് പറയും. അത് ഞാൻ എടുക്കുന്ന എഫേർട്ടിനെക്കാട്ടി എത്രയോ തുച്ഛമായിട്ടിരുന്നേ പറയുള്ളൂ. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്കത് ചെയ്യാം. ക്ഷേത്രത്തിൽ പോയി ആവർത്തിച്ച് സാധിക്കുന്നവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറയും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, എവരിത്തിങ്. ശരനൂൽ രഹസ്യം, ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം ആരും പറയത്തില്ല. ഞാൻ പറയുന്ന ഭദ്രകാളിയുടെ കാര്യങ്ങൾ ആരും പറഞ്ഞു തരത്തില്ല. നല്ല കാര്യങ്ങളാണ്. മുരുകൻ്റെ, കൃഷ്ണൻ്റെ, അയ്യപ്പൻ്റെ ഒന്നും വേണ്ട, ശിവൻ്റെ, അത് വേറെ ആരും പറയത്തില്ല. കാരണം പറയാൻ ഒന്നാമത്തെ കാര്യം അറിയണം. രണ്ടാമത്തെ കാര്യം അത് ഒരു പരമേശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടല്ലേ അതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആവശ്യമില്ല, നല്ല കാര്യങ്ങളാണ്. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അതിന് മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. കാരണം നമുക്കൊരു സാധാരണ മനുഷ്യൻ, നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്ന വൃത്തിയായിട്ട് ചെയ്യുക, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് നേരിട്ടില്ലാത്തത്. വാട്സപ്പിലെ തന്നെ ചെയ്യാൻ സമയം കിട്ടത്തില്ല. വാട്സപ്പിലെ മെസ്സേജ് തന്നെ എല്ലാം വായിക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്കറിയാവുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില ദക്ഷിണ ഇടും, ഞാൻ തിരിച്ചിടും. അതിൻ്റെ ആവശ്യമില്ല. അത് സന്തോഷത്തോടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടവർക്ക് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നത് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക, എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി 10, 15, 20 എത്രയോ ആയിക്കോട്ടെ സമയം ചെലവഴിച്ചാൽ ഒരിക്കലും അത് വെറുതെ ആകത്തില്ല. നിങ്ങളുടെ ജീവിതം മാറും. ആക്കാതെ യാതൊരു സംശയവും വേണ്ട. കാരണം ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? അല്ല പുസ്തകത്തിൽ കാണുന്ന കാര്യമൊന്നുമല്ല. ഞാൻ ചെയ്ത് റിയലായിട്ട് അത് പ്രയോജനപ്പെടുത്തിയ വ്യക്തിയാണ്. അപ്പോൾ എനിക്കത് പറഞ്ഞുതരാൻ പറ്റും. അത് ശരിയായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറും. ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ സമയം കളയാന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന രീതി വളരെ ലളിതമായി വിശദമായിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റവും വരുത്തും. ഇവിടെ ഒരാളുടെ ജനിച്ച തീയതി ഇപ്പം വിചാരിക്കുക 17/5/1980 8:0 ആണെന്ന് വിചാരിക്കുക. എന്നുവെച്ചാൽ ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. ഇനി ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ 1+7+1+9+8+0 ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ 31 കിട്ടി. 3+1 4 കിട്ടി. ഇതാണ് ജന്മസംഖ്യയല്ല, വിധിസംഖ്യ. ഇത് വിധിസംഖ്യയാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ കിട്ടുന്നതാണ് വിധിസംഖ്യ. ജന്മസംഖ്യ അല്ല കേട്ടോ, അറിയാതെ പറഞ്ഞതാണ്, ക്ഷമിക്കുക. വിധിസംഖ്യ. ഇനി ജന്മസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച ഡേറ്റ് മാത്രം എടുക്കുക. 17 അതിനെ ഏകസംഖ്യ ആക്കുക. 1+7 8. ഈ 8 എന്നുള്ളതാണ് ജന്മസംഖ്യ. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് വിധിസംഖ്യ എടുക്കുന്നില്ല, ജന്മസംഖ്യ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ജനിച്ച തീയതി മാത്രം, മാസം ഏതും വിഷയമല്ല. നിങ്ങൾ ജനിച്ചത് 6-ാം തീയതി ആണെങ്കിൽ നിങ്ങളുടെ ജന്മസംഖ്യ 6. ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവൻ എടുക്കുന്നില്ല, ജനിച്ച തീയതി മാത്രം. നിങ്ങൾ 4-ാം തീയതി ജനിച്ചെങ്കിൽ ജന്മസംഖ്യ 4. നിങ്ങൾ 22-ാം തീയതി ജനിച്ചെങ്കിൽ ആ 2 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 ജന്മസംഖ്യ വരുന്നു. നിങ്ങൾ 18-ാം തീയതി ജനിച്ചെങ്കിൽ 1+8 എത്ര കിട്ടി? 9. അപ്പോൾ നിങ്ങൾ 9 നിങ്ങളുടെ ജന്മസംഖ്യ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ നിങ്ങളുടെ ജനിച്ച ഡേറ്റ് ഏതാണേലും ആ ഡേറ്റ് 2 അക്കമാണെങ്കിൽ അതിനെ കൂട്ടിയിട്ട് ഏകസംഖ്യ ആക്കണം. ഇപ്പോൾ 20-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ 2+0 എത്ര വന്നു? അപ്പോൾ 2. അപ്പം ജന്മസംഖ്യ 2. 26-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ 2+6 8. അപ്പോൾ 8 26-ാം തീയതി ജനിച്ചവരുടെ ജന്മസംഖ്യ. ഇനി 8-ാം തീയതി ഒരു 7-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ 8 തന്നെ എടുക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ജനിച്ച സംഖ്യ മാത്രം എടുക്കുന്നു, ജന്മസംഖ്യ മാത്രം എടുക്കുന്നു. ഇനിയും നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഇപ്പം നിങ്ങൾ 1 ജന്മസംഖ്യ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഇത് കണ്ടോ, 14
ഈ രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് ഫോൺ നമ്പറിൻ്റെ അവസാനം വന്നാൽ നല്ലതാണ്. മനസ്സിലായോ? ഫോൺ നമ്പറിൻ്റെ അവസാനം വന്നാൽ നല്ലതാണ്. ഒന്നുകിൽ 1 വന്നാലും നല്ലതാണ്, 4 വന്നാലും നല്ലതാണ്. 1 ജന്മസംഖ്യ ഉള്ളവർക്ക്, അതായത് 10 അക്കം ഉള്ള ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 1 വന്നാൽ നല്ലതാണ്, അല്ലെങ്കിൽ 4 വന്നാലും നല്ലതാണ്. 1 ജന്മസംഖ്യ ഉള്ളവർക്ക്. ഈ 1 ജന്മസംഖ്യ ഉള്ളവർക്ക് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 7 വരിക, അത് ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടാക്കും. 2 വരിക വളരെ പ്രതിസന്ധികൾ ഉണ്ടാക്കും. 8 വരിക വളരെ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം. അതൊക്കെ ഇപ്പം നിങ്ങളെ എല്ലാവരും വിളിക്കുന്ന ഒരു നമ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പേഴ്സണലായിട്ടൊരു ഫോൺ എടുക്കുക. ആ ഫോണിൽ നിങ്ങൾ ഈ ഭാഗ്യസംഖ്യ അവസാനം വരത്തക്ക രീതിയിൽ നമ്പർ എടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ഫോൺ നമ്പർ മാറിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിൽ കിടക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഒന്നുകിൽ അധികം ആളുകളില്ല കോൺടാക്റ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകളെ ഉള്ളെങ്കിലും നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു പുതിയ നമ്പർ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ സൗകര്യം. ചിലർക്ക് ഇപ്പോൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട്, അല്ലെ വാട്സപ്പ് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അത്തരം നമ്പറുകൾ എന്ന് പറഞ്ഞാൽ അത് മാറുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നുള്ള കാര്യമല്ല. പക്ഷേ എൻ്റെ ഇപ്പം മാറേണ്ട, ഞാൻ ആ ഭാഗ്യസംഖ്യ അനുസരിച്ച് എടുത്തതാണ്, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോൺ നമ്പർ, നിങ്ങൾ വേറൊരു ചെറിയ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി ഈ ഫോൺ നമ്പർ എടുക്കുക. അതേ നിങ്ങൾ മാക്സിമം ആളുകളെ, പഴയ ആളുകളെയും എല്ലാം നിങ്ങൾ അതേ സേവ് ചെയ്യുക. ഈ രണ്ടാമത് എടുത്ത നമ്പറിൽ നിങ്ങളുടെ പതുക്കെ ആ കൂടുതൽ നമ്പറുകൾ സേവ് ചെയ്ത് അത് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗത്തിൽ കൊണ്ടുവരിക ക്രമേണ. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഈ രീതിയിൽ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള കാര്യവും ഞാൻ പറഞ്ഞു കൊടുത്ത പല ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യവും കൂടെ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനിയും ഇഷ്ടം പോലെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഞാൻ ആ അനുഭവത്തിലുള്ള കാര്യമാണ് പറഞ്ഞായിരുന്നു. ഇനി 2 ജന്മസംഖ്യ വരുന്നവർക്കാണെങ്കിൽ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 2 വന്നാലും 7 വന്നാലും ഇതിലേതെങ്കിലും 1 വന്നാൽ വളരെ നല്ലതാണ്. അവസാനം 2 വന്നാൽ നല്ലതാണ്, അവസാനം 7 വന്നാലും നല്ലതാണ് 2 ജന്മസംഖ്യ ഉള്ളവർക്ക്. പക്ഷേ 8 എന്ന സംഖ്യ അവസാനം വരുന്നത് അത്ര ഗുണകരമാകണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും 3 ജന്മസംഖ്യ ഉള്ളവർക്ക് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 3, 6, 9 ഇതിലേതെങ്കിലും 1 വരുന്നത് നല്ലതാണ്. അവസാനം 03 വരുന്നതും വളരെ നല്ലതാണ്. അതായത് അവസാനത്തെ 2 അക്കം, അവസാനത്തെ അക്കം 3, 6, 9 വരുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അവസാനത്തെ 2 അക്കം 03 ആണെങ്കിലും നല്ലതാണ്. ഇനിയും ഈ 3 ജന്മസംഖ്യ ഉള്ളവർക്ക് 8 അവസാനം വരിക, 7 അവസാനം വരിക, 2 അവസാനം വരിക ഒന്നും അത്ര ഗുണം ചെയ്യണമെന്നില്ല. ഇനി 4 ജന്മസംഖ്യ ഉള്ളവർക്ക് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 1 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 1, 4 വരുന്നത് നല്ലതാണ്. ഇനി അതല്ല, ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 2 അക്കം 10 വന്നാലും നല്ലതാണ്. അപ്പോൾ അത് ഇനിയും 4 എന്ന ജന്മസംഖ്യ ഉള്ളവരുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം അവരറിയാതെ പോലെ എടുത്താൽ വരുന്ന ഒരു സംഖ്യയുണ്ട് 8. 4കാരുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും 8 കടന്നു വരാറുണ്ട്. അത് ചിലർക്ക് ഗുണം ചെയ്യും, ചിലർക്ക് ഗുണം ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുക, ഗുണം ചെയ്യുന്നില്ലെങ്കിൽ അതിൽ ചേഞ്ച് വരുത്തിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനിയും 5 ജന്മസംഖ്യ ഉള്ളവർക്ക് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 10 അക്കത്തിൽ അവസാനത്തെ അക്കത്തിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഞാൻ ആ അവസാനത്തെ 10 അക്കത്തിൽ ഫോൺ നമ്പറിൻ്റെ 10 അക്കത്തിൽ അവസാനത്തെ ഒരക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഞാൻ അവസാനത്തെ 2 അക്കത്തെക്കുറിച്ചും ഇടയ്ക്ക് പറയുന്നുണ്ട്. അതായത് ഇപ്പം 9, 5 ഈ 5 ജന്മസംഖ്യ ഉള്ളവർക്ക് 10 അക്കമുള്ള മൊബൈൽ നമ്പർ അവസാനം ഒന്നുകിൽ 5 വരിക അല്ലെങ്കിൽ 9 വരിക നല്ലതാണ്. ജീവിതത്തിൽ നല്ല ഗുണമുണ്ടാകും. പിന്നെ നമ്മൾ അധ്വാനിക്കുകയും കൂടെ വേണം ഇതെല്ലാം കേട്ടോ. നമ്മൾ ആ ഭാഗ്യം ഉണ്ടാകുന്നതിനെ പ്രയോജനപ്പെടുത്തണം. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നാൽ ഒന്നും സംഭവിക്കുന്നതല്ല പറയുന്നത്. വീട്ടിൽ കയറി ജോലി ചെയ്യാതിരുന്നുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകുമെന്നല്ല പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഭാഗ്യം നമ്മൾ പ്രയോജനപ്പെടുത്തണം. അപ്പോഴാണ് അത് കൂടുതൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാൻ ഉപകരിക്കും. ഭാഗ്യം വരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം.
ഇപ്പം 5 എന്നുള്ള ജന്മസംഖ്യ ഉള്ളവർക്ക് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 5 വന്നാലും നല്ലതാണ്, 9 വന്നാലും നല്ലതാണ്. മനസ്സിലായില്ലേ? ഇനിയും 8 വരുന്ന അത്ര നല്ലതല്ല, 7 വരുന്നതൊന്നും നല്ലതല്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി 6 ജന്മസംഖ്യ ഉള്ളവർക്കാണെങ്കിൽ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 10 അക്കത്തിൽ അവസാനത്തെ അക്കം 6 വരുന്നത് നല്ലതാണ്. പിന്നെ 4 വരുന്നത് നല്ലതാണ്. പിന്നെ ഒന്ന് വരുന്നത് നല്ലതാണ്. പിന്നെ അവസാനത്തെ ഒരക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അവസാനത്തെ 2 അക്കം 10 വരുന്നത് നല്ലതാണ് 6 വരുന്നവർക്ക്. പിന്നെ ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം. ഈ നമ്മുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പം 6 ജന്മസംഖ്യയുള്ളവർക്ക് അവസാനത്തെ അക്കം 4 വരുന്നത് നല്ലതാണ്, 6 വരുന്നത് നല്ലതാണ്. ഇനിയും ഈ അവസാനത്തെ അക്കത്തിന് തൊട്ട് മുമ്പത്തെ അക്കം 0 വന്നു കഴിഞ്ഞാൽ ഈ അവസാനത്തെ അക്കത്തിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും, ബലം കിട്ടും. നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ 1 95 62 988 304 വന്നു, 4 വന്നു. അപ്പം ഞാൻ 6 ജന്മസംഖ്യയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം 4 വന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ നമ്പർ മാറിയ പിന്നാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നേരത്തെ വേറെ ഏതാണ്ട് ഒരു നമ്പറായി, ഞാനത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കണക്കൂട്ടി മാറിയതാണ്. അപ്പോൾ അവസാനം 4 വന്നു. അപ്പം 4 മാത്രമല്ല, 04 അവസാനം. ഈ അവസാനത്തെ അക്കത്തിന് മുമ്പ് 0 വന്നാൽ 10 അക്കത്തിൽ അവസാനത്തെ അക്കത്തിന് മുമ്പ് 0 വന്നാൽ അവസാനത്തിന് അക്കത്തിന് കുറച്ച് ബലം കിട്ടും, ആ 4ന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. ഇനി അതല്ല, നമുക്കിപ്പോൾ എപ്പോഴും നമ്പർ എടുക്കുമ്പോൾ അവസാനത്തെ അക്കത്തിന് തൊട്ട് മുമ്പുള്ള അക്കം 0 വരണമെന്ന് നിർബന്ധം പിടിച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾ വലിയ ബലം പിടിക്കേണ്ട. അവസാനത്തെ 10 അക്കത്തിൽ അവസാനത്തെ അക്കം മാത്രം നോക്കിയാൽ മതി കേട്ടോ. മനസ്സിലായല്ലോ? നിങ്ങൾ നമ്പർ ശ്രദ്ധിച്ച് നോക്കാം. എൻ്റെ വാട്സപ്പിൽ നമ്പർ 95 62 988 304, അവസാനത്തെ അക്കം 4. ഞാൻ 6 ജന്മസംഖ്യ ഉള്ളതാണ്. രണ്ടാമത്തെ 2 നമ്പറുണ്ട്. ആ രണ്ടാമത്തെ നമ്പറിൻ്റെ അവസാനം 6, 701 25 840 46, 6 4 ഞാൻ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ചെയ്യുന്ന സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അല്ല, ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കത് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ഉപകരിക്കും. പിന്നെ നമ്മളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലാണെങ്കിലും അതിനോട് ആത്മാർത്ഥം കൂടി കാണിക്കണം. അപ്പോഴും ജീവിതം വലിയ നിലയിൽ മാറും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എനിക്ക് ഒറ്റ സമയം വെറുതെ ഇരിക്കേണ്ടി വരുന്നില്ല. കാരണം ഞാനത് ആത്മാർത്ഥമായിട്ട് എനിക്ക് കിട്ടുന്ന ആ ഈശ്വരൻ തരുന്ന അവസരങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അതുപോലെ നിങ്ങളുടെ തൊഴിൽ ചെയ്യുക. ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായി? അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. സംഖ്യാരഹസ്യങ്ങൾക്ക് അകത്ത് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ സംഖ്യാരഹസ്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായത്? ഇനിയും 7 ജന്മസംഖ്യ. ഇനി 6 ജന്മസംഖ്യ ഉള്ളവരെ മറ്റൊരു രഹസ്യം പറയാം. 8, 17, 26 ഈ തീയതികൾ ഏതൊരു നല്ല കാര്യത്തിനും കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്കതല്ല, ആ ഡേറ്റ് വരുന്നതിൽ ഒരു നല്ല കാര്യം ചെയ്തേ പറ്റുമെങ്കിൽ പ്രാർത്ഥനയോടുകൂടി കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒഴിവാക്കുക കേട്ടോ. ഇനിയും വരുന്നത് 7 ജന്മസംഖ്യ ഉള്ളവർക്ക് 10 അക്കം മൊബൈലിൻ്റെ അവസാനത്തെ അക്കം 2, 7 നല്ലതാണ്. 2, 7 നല്ലതാണ്. ഒന്നുകിൽ 2 വരിക അല്ലെങ്കിൽ 7 വരിക. ഇനിയും 8 വരുന്നതും 3 വരുന്നതും അത്ര ഗുണകരമല്ല അവസാനത്തെ അക്കം 7കാർക്ക്, 7 ജന്മസംഖ്യ ഉള്ളവർക്ക്. ഇനിയും 8 ജന്മസംഖ്യ ഉള്ളവർക്ക് മൊബൈൽ നമ്പറിൻ്റെ അവസാനം 8 വരുന്നത് നല്ലതാണ്, 3 വരുന്നത് നല്ലതാണ്. പിന്നെ അവസാനത്തെ ഒരക്കത്തിൻ്റെ കാര്യം പറയുന്നത്. ഇനി അവസാനത്തെ 2 അക്കം 03 വരുന്നത് നല്ലതാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇനിയും 8 ജന്മസംഖ്യ ഉള്ളവരുടെ 10 അക്ക നമ്പറിൻ്റെ അവസാനം 8 വരുന്നത് നല്ലതാണ്. പിന്നെ അതല്ലെങ്കിൽ 10 അക്കമുള്ള ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 3 വരുന്നത് നല്ലതാണ്. ഇനി അതുമല്ലെങ്കിൽ 10 അക്കമുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ ഒരക്കത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇനിയും പറയാൻ പോകുന്നത് 2 അക്കം 03 ആണെങ്കിലും നല്ലതാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ടോ? ഇനിയും 8 ജന്മസംഖ്യ ഉള്ളവരുടെ ജീവിതത്തിൽ പലപ്പോഴും മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് 4 കടന്നു വരും. അങ്ങനെ ചിലപ്പം കാണാവുന്നു. അങ്ങനെ വരുന്നത് ചിലർക്ക് ഗുണം ചെയ്യും, ചിലർക്ക് അത് ഗുണം ചെയ്യത്തില്ല. ഗുണം ഉണ്ടെങ്കിൽ അത് അതുപോലെ ഇരിക്കട്ടെ. അത് ദോഷമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഗുണകരമല്ലെങ്കിൽ അത് ചേഞ്ച് വരുത്താൻ ശ്രമിക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി 9 ജന്മസംഖ്യ ഉള്ളവർക്കാണെങ്കിൽ 10 അക്ക മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 9 വരുന്നത് നല്ലതാണ്, 5 വരുന്നത് നല്ലതാണ്. പക്ഷേ 8 വരുന്നത് ഒരിക്കലും നല്ലതല്ല.
2 വരുന്നത് അത്ര ഗുണകരമല്ല, 7 വരുന്നത് അത്ര ഗുണകരമല്ല കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് മൊബൈൽ നമ്പർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മൊബൈൽ നമ്പർ ഇതുപോലെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം നോക്കി നിങ്ങളത് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ജീവിതം മാറ്റുന്ന ഒരു ചെറിയ സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന, അപാരമായ വശ്യശക്തി നൽകുന്ന, ഏത് തടസ്സങ്ങളും മാറ്റുന്ന, അത്ഭുതകരമായ ജീവിതം മാറ്റുന്ന ഈശ്വരൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വിദ്യയുണ്ട്. അത് പറഞ്ഞുതരാം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കപ്പായിരുന്നു കൊണ്ട് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞോ അല്ലെങ്കിൽ അതിന് മുമ്പ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു 5 ശ്വാസം. ഒരു ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുത്ത് വിടുന്നതിനെയാണ് ഒരു ശ്വാസം എന്ന് പറയുന്നത്. 5 ശ്വാസം ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ എടുത്ത് വിടുക. ശ്വാസം എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് സാവധാനം എടുത്ത് വിട്ടാൽ മതി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ എടുത്ത് വിടുമ്പം നിങ്ങൾ ഈ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പതുക്കെ എടുക്കുക, പതുക്കെ വിടുക. ഒരു 5 തവണ അങ്ങനെ ചെയ്യുക. ഒന്ന് എടുത്തിട്ട് വിടുന്നതിനെയാണ് ഒരു തവണയെന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളൊരു ആനന്ദത്തോടു കൂടി, നമ്മളെല്ലാം സന്തോഷത്തോടു കൂടി ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ശ്വാസം പലപ്പോഴും വിഷയങ്ങളിൽ നമുക്ക് വേണ്ട അറിവില്ല. നമ്മൾ ആ ശ്വാസത്തിലൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. നമുക്ക് ശരീരത്തിന് എല്ലാവിധ ഒരു സുഖഭോഗത്തിനും വേണ്ട കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ശ്വാസത്തിനെ നമ്മളധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ ശ്വാസത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ സന്തോഷമൊന്നുമല്ല, ആനന്ദം എന്നാണ് പറയുന്നത്. സന്തോഷവും ആനന്ദവും രണ്ടും രണ്ടാണ് കേട്ടോ. അത് പറഞ്ഞുതരാം. ആനന്ദത്തോടെ ശ്വാസം പതുക്കെ എടുക്കുക, ആനന്ദത്തോടെ ശ്വാസം പതുക്കെ വിടുക. എന്ന് വെച്ചാൽ ഉള്ളു നിറഞ്ഞ ഒരു സന്തോഷം, അതാണ് ആനന്ദം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടു, സന്തോഷം ഉണ്ടാകുക, സന്തോഷം കുറച്ച് കഴിയും പോകും. ഒരു സിനിമ കണ്ടു, സന്തോഷം ഉണ്ടാകുക, കുറച്ച് കഴിയും പോകും. പക്ഷേ ആനന്ദം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു നിർവൃതിയാണ്. അത് പോകത്തില്ല, അത് എന്ത് ചെയ്താലും പോകത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അതിനെ ഉണ്ടാക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും. നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഉള്ളിലൊരു നിറഞ്ഞ ആനന്ദത്തോടെ അതായത് നിറഞ്ഞ സന്തോഷത്തോടെ, സന്തോഷം എന്നൊരു വാക്കിന് അപ്പുറത്താണ് ആനന്ദം കേട്ടോ. ഞാനത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. വളരെ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷത്തോടെ, ഒരു ആത്മനിർവൃതിയോടുകൂടി, ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിറഞ്ഞ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി ശ്വാസം പതുക്കെ എടുക്കുക, ശ്വാസം പതുക്കെ വിടുക. ഇത് 5 തവണ ചെയ്യുക. ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യുക. ഇത് രാവിലെ നിങ്ങൾ നിത്യേന 5 തവണ ചെയ്യുക. ഉച്ചയ്ക്ക് നിങ്ങൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യുക, സന്ധ്യയ്ക്ക് ചെയ്യുക, എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യുക, വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ശ്വാസം അറിഞ്ഞ് സന്തോഷത്തോടെ ശ്വസിച്ചാൽ പതുക്കെ വിട്ടാൽ മതി. അല്ലാതെ പെട്ടെന്ന് എടുക്കുക വിടുക എന്ന് വെച്ചാൽ പതുക്കെ സ്ലോ ആയിട്ട് വിടുക, സന്തോഷത്തോടെ. അപ്പം സന്തോഷം മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ. പിന്നെ മനസ്സ് ശ്വാസത്തിലുമായിരിക്കണം. എന്നിട്ട് നിങ്ങൾക്കിത് ഒരു 5 തവണ ചെയ്യുക. ശ്വാസം എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. പറ്റുന്നവർ ചെയ്താൽ മതി. മനസ്സിലായവർ ചെയ്യുക, പിന്നെ അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, പറ്റാത്തവർ ചെയ്യേണ്ട. നല്ല കാര്യമാണ്. ഇത് നിത്യേന നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങളൊരു 30 ദിവസം ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്ക് വളരെ സന്തോഷവാനായിരിക്കും. നിങ്ങളുടെ ഏത് തടസ്സങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ഈശ്വരൻ തരും. ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ശ്വാസം എന്ന് പറയുന്നതാണ് ഈശ്വരൻ. യോഗിമാരും മഹർഷിമാരും ഈ ശ്വാസത്തെ അറിഞ്ഞ് ഉപാസിച്ചാണ് അവർ ഈശ്വരന്മാരായി തീർന്നത്. ശ്വാസമാണ് ഈശ്വരൻ. ശ്വാസത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. നിറമില്ല, ഗുണമില്ല, ഒന്നുമില്ല. ശ്വാസം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ ശ്വാസത്തിനകത്തൊരു ചൈതന്യമുണ്ട്, കുറച്ചളവ് വരെ. അതാണ് പ്രാണൻ. ആ പ്രാണനെ നമ്മുടെ ആ ബോധത്തിൽ അറിഞ്ഞ് പ്രാണനെ നമ്മൾ ആയാമം ചെയ്യുമ്പോഴാണ്, ദീർഘമായിട്ട് വിടുമ്പോഴാണ് നമ്മളുടെ ബോധം തന്നെ വളരെ വർദ്ധിക്കും. ഉള്ളിലെ ആന്തരിക ബോധം, ഇന്നർ കോൺഷ്യസ്നസ്, ആന്തരികമായ ബോധം വർദ്ധിക്കും. അത് അതാണ് ശരിക്കും ഈശ്വരബോധം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നത്, നമ്മുടെ മൈൻഡിലെ എല്ലാ ബ്ലോക്കുകളും മാറും. നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുക, പറ്റുന്നവർ ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചെയ്യുക, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ട. ചെയ്യുവാണ് നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. നല്ല കാര്യമാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നവർ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു തരുന്നു. അപ്പോഴേ
ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതുപോലെ നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. എല്ലാവർക്കും ജീവിതത്തിൽ ഗുണമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈശ്വരനോട്. നിങ്ങൾക്ക് ഈശ്വരനുമായിട്ടൊരു അടുപ്പം ഉണ്ടാവും. ഈശ്വരനെ നിങ്ങൾ അനുഭവിക്കും. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഈശ്വരൻ. മഹർഷിമാരും യോഗീശ്വരന്മാരും ഒന്നും അവർ ആ ശാസ്ത്രത്തെ മാത്രം മനസ്സിലാക്കി അവരുടെ ഗുരുക്കന്മാരെ നിന്ന് കിട്ടിയ വിദ്യകൾ, നമ്മളിപ്പോൾ അങ്ങനെ വിദ്യകളെക്കുറിച്ചല്ല പറഞ്ഞാൽ, ജസ്റ്റ് ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞെന്നുള്ളൂ, ഒരു ചെറിയൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താണ് അവർ ഈശ്വരീയതയിൽ എത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ അവിടെ ഇവിടെയും കാണുന്ന പൊട്ടത്തരങ്ങളിലെയും മണ്ടത്തരങ്ങളിലെയും ഒന്നും പുറകെ പോകരുത്. പോയാൽ ജീവിതം പോകും, സമയം പോകും. ഇത് നിങ്ങൾക്ക് ഇഷ്ടം. ഇപ്പം എനിക്ക് മണ്ടത്തരത്തിന് പുറകെ പോകണം, അങ്ങനെ പോകണമെന്നുണ്ടെ പൊക്കും. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. നമ്മളതിന് ഒന്നും പറയുന്നില്ല. ഇഷ്ടമുള്ളൊരു വഴിക്ക് പോവുക. നല്ല രീതിയിലുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക. അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ, ദോഷം ഉണ്ടാകത്തില്ല, നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളത് അനുഭവിക്കുക. നിങ്ങൾ ആ സന്തോഷത്തെ അനുഭവിക്കുക. അത് ഈശ്വരനാണ്. അത് ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടത്തില്ല. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞും തരത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ. ശിവായ ശിവ. ശിവശിവ.